ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിടുന്ന വീഡിയോ കുറച്ച് ദിവസം മുന്നേ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. കുറച്ച് ദിവസം എന്ന് പറയുമ്പോൾ കുറച്ചധികം ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്. അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആയതാണ്. ഞാനും അരുണേട്ടനും മോളും കൂടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ വെൽ പ്ലാൻഡ് ആയിട്ടൊന്നും പോയതല്ല. ആദ്യം വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ല. വണ്ടി കയറിയപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഞങ്ങളുടെ സ്വന്തം കോഴിക്കോട് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ എല്ലാ ദിവസത്തെയും പോലെ റോഡ് ഇതേപോലത്തെ അവസ്ഥ തന്നെയായിരുന്നു. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അപ്പോൾ ജാഗുൽ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. ഈ ഒരു ട്രാഫിക്കിൽ കൂടെ ഇങ്ങനെ പോകുക എന്ന് പറഞ്ഞാൽ കാരണം നമുക്ക് കൂടുതൽ സമയം നമ്മുടെ പാർട്ട്ണറുമായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ളൊരു അവസരം കൂടെയാണ് കേട്ടോ. കാരണം അവിടെ എവിടെയെങ്കിലുമൊക്കെ നിർത്തുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇരുന്നിട്ട് സംസാരിക്കാനും ഒക്കെ സമയം കിട്ടും കേട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. പിന്നെ എത്രയും ആണെങ്കിലും എന്താ പറയുക, കുറച്ച് അത്യാവശ്യം നല്ല എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. കാരണം അവളങ്ങനെ എപ്പോഴും പുറത്തേക്ക് ഇറങ്ങുന്നില്ലല്ലോ. അപ്പോൾ വല്ലപ്പോഴും ഒക്കെ ഒന്ന് അച്ഛൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടുമ്പോൾ അവൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. കണ്ടില്ലേ, അവൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു ഏട്ടനെ. അവളുടെ പാട്ടുകളാണ് കേട്ടോ. ഒരുപാട് ഡിഫറൻസ് നമ്മുടെ ലൈഫിൽ വരുന്നുണ്ട് കേട്ടോ. കല്യാണം കഴിഞ്ഞ സമയത്ത് നമ്മൾ അത്യാവശ്യം നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള സോങ്സൊക്കെ വെച്ചിട്ട് പോകുന്ന സ്ഥാനത്ത് ഇപ്പോൾ കണ്ടില്ലേ, അവൾക്ക് എൻജോയ് ചെയ്യാൻ പാകത്തിനുള്ള അവളുടെ കുറച്ച് നഴ്സറി സോങ്സൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകാറുള്ളത്. പിന്നെ ഞങ്ങൾ നേരെ പോയിട്ട് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഷാപ്പിലേക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. ദ ഷാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബീച്ചിൽ തന്നെ ഉള്ളതാണ്. ഒരുവിധം എല്ലാവർക്കും അറിയാൻ മതിയാവും. കോഴിക്കോടുകാരാണെങ്കിൽ അവർക്കൊക്കെ നന്നായിട്ട് പരിചയമുള്ള സ്ഥലമായിരിക്കും കേട്ടോ. എനിക്ക് ഇവിടുത്തെ ഫുഡ് ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവർ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതായിരുന്നു ഉള്ളിലെ ആംബിയൻസ്. നല്ല രസമാണ് അവിടെ. കണ്ടില്ലേ, പഴയ കാലത്തെ ഫിലിമിൻ്റെ ഓരോരോ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത്രയും പിന്നെ ആസ് യൂഷ്വൽ അവൾ ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ. അവൾക്ക് അവിടുത്തെ ഹൈ ചെയറൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. അവൾക്ക് അവളുടെ വീട്ടിലുള്ള ഹൈ ചെയർ തന്നെയാണ് കേട്ടോ താല്പര്യമുള്ളത്. കണ്ടില്ല, ഞാൻ പറഞ്ഞില്ല അവിടുത്തെ ഫുഡ് പ്രസൻറ്റ് ചെയ്യുന്ന രീതി കണ്ടില്ല. ഇതുപോലെ ഇങ്ങനെ ഒരു കാൻഡിൽസൊക്കെ കത്തിച്ച് വെച്ചിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അത് അവർ ചെയ്യുന്നത് കാണാൻ. ലൈവായിട്ട് തന്നെയാണ് അവരെല്ലാം പ്രസൻറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ കണ്ടിട്ട് നമുക്കിങ്ങനെ സെർവ് ചെയ്യുന്ന രീതിയും എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു ഐറ്റം ഞങ്ങൾ സ്റ്റാർട്ടറായിട്ട് വാങ്ങിയിട്ടുള്ളതായിരുന്നു കേട്ടോ, ഈ ഒരു പ്രോൺസിൻ്റെ ഐറ്റം. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ആ ഒരു സോസാണ് കേട്ടോ. ആ സോസിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ ഒരു പ്രത്യേക ഫീലായിരുന്നു. കാരണം അത് തേങ്ങാപ്പാലിൻ്റെ ഒരു സോസാണ് കേട്ടോ. തേങ്ങാപ്പാൽ അവർ നല്ല കട്ടിയാക്കിയിട്ട് എടുത്തിട്ടുള്ള ഒരു ഐറ്റമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ എക്സ്ട്രാ സാലഡ്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് കണ്ടില്ല, അവരത് പ്രസൻറ്റ് ചെയ്യുന്ന രീതി തന്നെ കണ്ടോ നിങ്ങൾ. നല്ല രസമായിരുന്നു കേട്ടോ. ഞാൻ മുന്നേ ഇവിടെ വന്നപ്പം ട്രൈ ചെയ്യാത്ത 1-2 ഐറ്റംസാണ് കേട്ടോ ഇപ്രാവശ്യം ട്രൈ ചെയ്തിട്ടുള്ളത്. 1-2 ഐറ്റം അല്ല, എല്ലാ ഐറ്റംസും ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രൈ ചെയ്തത്, ഇവിടുന്ന് ട്രൈ ചെയ്യുന്നത്. അങ്ങനെ കണ്ടില്ലേ എന്ത് ഭംഗിയായിട്ട് അവരത് ചെയ്യുന്നത് കണ്ടോ. നമുക്കിങ്ങനെ സെർവ് ചെയ്ത് തന്നിട്ട് എല്ലാ ഐറ്റംസും അവർ തന്നെ വന്നിട്ട് ചെയ്യും കേട്ടോ. അടുത്ത ടേബിളിലൊക്കെ വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞാനത് ആദ്യം വീഡിയോ എടുക്കണം എന്നൊക്കെ വെച്ചു, പക്ഷെ എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ അറിയാമല്ലോ, നമ്മൾ മക്കളെയും കൊണ്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ വിചാരിച്ച പോലെ അവരൊരു ലെവലെത്തുന്ന വരെ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് ഫുഡ് കഴിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആദ്യം അരുണേട്ടനോട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ, അരുണേട്ടൻ കഴിച്ചോ, ഞാൻ അവളെ നോക്കിക്കോളാം. എന്നുവെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ വാരിത്തരലും കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് അരുണേട്ടൻ കഴിച്ച് ഫ്രീ ആയി കഴിഞ്ഞാൽ മോളെ എടുക്കാൻ ഒരാളായല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് മര്യാദയ്ക്ക് ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അരുണേട്ടനോട് ആദ്യം കഴിച്ചോളാൻ പറഞ്ഞപ്പോൾ അരുണേട്ടൻ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ ഇരുന്ന് കഴിച്ചതാട്ടോ. പിന്നെ ഈ ഒരു സംഭവം കണ്ടോ, ഇത് അരുണേട്ടൻ കഴിച്ചിട്ടുണ്ട് നേരത്തെ, പക്ഷേ എന്നോട് ചോദിച്ചു കേട്ടോ. ഞാനിതുവരെ കഴിക്കാത്തതുകൊണ്ട് തന്നെ ഞങ്ങളത് ഓർഡർ ചെയ്തേ. ചക്കവരട്ടി എന്നാണ് അവർ പറയുന്നത്. ചക്കവരട്ടി എന്ന് നമുക്കറിയാമല്ലോ. ഞാനും വിചാരിച്ചു നോർമൽ ചക്കവരട്ടിയാണെന്ന്. പക്ഷേ ഇത് സംഭവം മറ്റൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു ചക്കപ്രഥമനും കാര്യങ്ങളൊക്കെ നല്ല പഴവും പപ്പടവും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കില്ലേ, ആ ഒരു സംഭവം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഞാൻ പറഞ്ഞില്ല, അവർ ആ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിൽ വരുന്ന ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, അതൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കാണാൻ. കണ്ടോ, ഇത്രയും ആ കുന്തം കണ്ടിട്ട് അവർ എന്തോ ഒരു വലിയൊരു കുന്തം പോലെ ആ ഒരു കോലൊക്കെ പിടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ അവൾക്കത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവളാ നോക്കി നിൽക്കുന്നത്. അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് അവളെ എക്സൈറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത്. കാരണം അവളെ കുറച്ചായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ അവൾക്ക് കണ്ട എൻ്റെ മോളെ സോക്സൊക്കെ കണ്ടില്ലേ ടേബിളിൻ്റെ മുകളിൽ കിടക്കുന്നത്. അവളെ എങ്ങനെ ഞാൻ വെൽ ഡ്രസ്ഡായിട്ട് പുറത്തേക്ക്, കാരണം എനിക്ക് എൻ്റെ മോളങ്ങനെ വെൽ ഡ്രസ്ഡായിട്ട് പോകണം എന്നുള്ള വലിയൊരു ആഗ്രഹമാണ്. പക്ഷേ പോയി കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് അവസ്ഥ. അവളുടെ സോക്സ് അവൾ തന്നെ ഊരിയെടുത്തെറിയും, പിന്നെ മുടി അവൾ തന്നെ അഴിച്ചിടും. പിന്നെ കുട്ടികളല്ലേ, അവരൊന്ന് ഫ്രീ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അവളെ തോന്നിയ പോലെ അവളെ വഴിക്ക് വിട്ടതാണ് കേട്ടോ.
കണ്ടില്ലേ, ആദ്യം ഒരാൾ വന്നിട്ട് എല്ലാം സെറ്റാക്കി തന്നു, പിന്നെ സെർവ് ചെയ്യാൻ വേണ്ടി വരുന്നത് വേറെ ആളാണ്. കണ്ട, അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതി കണ്ടില്ലേ, ഒരു വാഴേൻ്റെ ഇലയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ടൊക്കെ ആയിട്ട് തരുന്നത്. പിന്നെ ഇതിൽ ഞങ്ങൾ ഐസ്ക്രീമും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുക്കും, ആഡ് ചെയ്യാണ്ടും കൊടുക്കും കേട്ടോ. ഞാനിങ്ങനെ നീക്കി വെച്ചത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കേണ്ടാവും അത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചതാണെന്ന്. കണ്ടോ, രണ്ടാമതും ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് കാണുന്ന ഒരാൾ വിചാരിക്കും ഇവർക്ക് എന്തൊരാർത്തി അത് എന്നായിരിക്കും വിചാരിക്കുക. പക്ഷെ ഞാൻ എൻ്റെ മോളത് പിടിച്ച് വലിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെച്ചത്. അത് സെർവ് ചെയ്ത് അവരും വിചാരിച്ചിട്ടുണ്ടാവും ഈ പെണ്ണെന്താ ചെയ്യുന്നത്, പാവ ഈ മനുഷ്യനൊന്നും തിന്നാൻ കൊടുക്കല്ലേ എന്നൊക്കെ വിചാരിക്കും കേട്ടോ. പിന്നെ ആ ഒരു ഏട്ടനെ കണ്ടില്ലേ, ആ ഏട്ടനായിട്ട് എൻ്റെ മോള് ഭയങ്കരമായിട്ട് കമ്പനി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്കാണെങ്കിലും അവളോട് ഭയങ്കര ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നു. മൂപ്പര് കോട്ടയംകാരനാണ് കേട്ടോ. അതെ, കോട്ടയത്താണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് ഇതുപോലെ തന്നെ ഒരു കുഞ്ഞു മോളുണ്ട്. അപ്പോൾ കുറേ കാലമായി അവളെ കണ്ടിട്ട്, ഇനിയിപ്പോൾ ഈ ലീവിന് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അയാൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ആ ഏട്ടൻ മോളെ വന്നിങ്ങനെ കളിപ്പിക്കുന്നുണ്ടായിരുന്നു. അവൾ കുറച്ച് നേരമൊക്കെ നിൽക്കും, പിന്നെ അവളെ കളിയിൽ തന്നെ തുടങ്ങും കേട്ടോ. ഞങ്ങൾ പാർക്കിങ്ങിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ളത്. കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ഞങ്ങളുടെ സ്വന്തം കാലിക്കറ്റ് ബീച്ചിലേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബീച്ചിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഒരു സ്പെഷ്യാലിറ്റി തോന്നിയത് കണ്ടില്ലേ, ആ ചിരിച്ച് നിൽക്കുന്ന ആളെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ. ഷെഫ് പിള്ളേന്ന് അവിടെ കൊടുത്തത് കൊണ്ടാണ് ഞങ്ങൾ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അത് അവിടെ ഓപ്പൺ ആയിട്ടില്ല. ഈ ഒരു ആംബിയൻസ് മൊത്തത്തിൽ കണ്ടപ്പോൾ ഞങ്ങൾ നേരെ പാർക്കിംഗ് ഉണ്ടല്ലോ കയറാൻ പോകാമെന്നൊക്കെ വിചാരിച്ചപ്പോഴാണ് ഗേറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ സെർവിങ് സൂൺ എന്ന് പറയുന്ന ഒരു ബോർഡ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ അത് വന്നോന്നറിയില്ല, എന്തായാലും വന്നിട്ടില്ല. സെർവിങ് സൂണായിട്ട് അവിടെ നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം ഞങ്ങളിതാ വണ്ടിയിൽ ഇങ്ങനെ ഇരുന്ന്, പിന്നെ അരുണേട്ടന് 1-2 കോളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അരുണേട്ടൻ അത് അതിൻ്റെ തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ കുറച്ച് നേരം പുറത്തേക്കൊക്കെ നോക്കി. കണ്ടില്ലേ, എൻ്റെ മോളവിടെ പുറത്തേക്ക് നോക്കി കുത്തിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ പാർക്കിങ്ങിൽ ബീച്ചിൻ്റെ അടുത്ത് അവിടെ ബീച്ചിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുമ്പോൾ കണ്ടോ ഈ ഒരു ഐറ്റം കണ്ടു കേട്ടോ. എൻ്റെ മോള് ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സാധനം കാണുന്നത്. ഇവിടെ 1-2 ഉത്സവങ്ങളൊക്കെ കഴിഞ്ഞു, പക്ഷെ ഞങ്ങൾക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മോൾക്ക് ഇത് കണ്ടപ്പോൾ എന്തോ ഒരു വലിയ സംഭവം കണ്ട പോലെയായിരുന്നു കേട്ടോ. അവളത് വണ്ടിയിൽ നിന്ന് കണ്ടപ്പോഴേ അവളിങ്ങനെ എൻ്റെ മുഖത്ത് വരുന്ന മോളൊന്ന് മുഖത്ത് നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ടതാ അവൾ ഈ പൂച്ചക്കുട്ടീനെ തന്നെ വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഉണ്ടല്ലോ അവൾക്കൊരു കാത്തു, അതുകൊണ്ട് ഒരു കുഞ്ഞ് കാത്തുവിനെ തന്നെ വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അവൾ നേരെ എല്ലാം വായിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനുശേഷം കുറച്ച് വെള്ളം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ബോട്ടിൽ. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊന്ന് കഴുകി കൊടുത്തതിനൊക്കെ ശേഷം കേട്ടോ ഞാൻ കൊടുത്തത്. കാരണം അവളത് നേരെ വായിലേക്ക് ഇടുകയായിരുന്നു ചെയ്യുന്നത്. അവൾ ഈ ഒരു ഏജിൽ അങ്ങനെയാണല്ലോ, എല്ലാം വായിലിടുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. പിന്നെ എന്നത്തെയും പോലെ ഒട്ടകവും കുതിരയൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം കുതിരേനെ കണ്ടിട്ടില്ല കേട്ടോ. ഇല്ലെങ്കിൽ ഇങ്ങനെ സഫാരിയായിട്ട് കുതിരേനെയും ഒട്ടകത്തിനെയൊക്കെ കാണാറുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കയറിയിട്ടൊന്നുമില്ല, പിന്നെ മോൾക്ക് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ അടുത്ത് പോയി നിന്ന്, പിന്നെ അവൾ 1-2 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്. അരുണേട്ടൻ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നീ കയറുന്നുണ്ടോ എന്നുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ കയറുന്നില്ല എന്ന് പറഞ്ഞത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കണ്ടില്ലേ ഞങ്ങളുടെ സ്വന്തം കോഴിക്കോട് ബീച്ച്. ഈ ഒരു വൈകുന്നേരങ്ങളിൽ വന്ന് നിൽക്കാൻ പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. ഞങ്ങൾ കൂടുതൽ സമയം രാത്രി ആയിരിക്കും കേട്ടോ ഇവിടെ വരാറുള്ളത്. ഞാനും അരുണേട്ടനും പണ്ട് തൊട്ടേ അങ്ങനെയാണ്, കല്യാണത്തിൻ്റെ മുന്നേ അങ്ങനെയായിരുന്നു. പിന്നെ അല്ലാണ്ട് വന്നിട്ടുണ്ട്, ഇല്ല എന്നല്ല. പിന്നെ കല്യാണത്തിന് ശേഷമാണെങ്കിലും ഇപ്പോൾ മോളായിട്ട് വരുമ്പോൾ അതൊരു വേറൊരു ഫീൽ തന്നെ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്വന്തം കോഴിക്കോട് ബീച്ച്. അപ്പോൾ ഇവിടെ നമ്മുടെ കോഴിക്കോടുകാരെന്തായാലും ഒരുവിധം സായാഹ്നങ്ങളൊക്കെ ഇവിടെ എല്ലാവരും സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. രാത്രിയാണെങ്കിലും എല്ലാ സമയത്തും തിരക്കുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് കഴിക്കാണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു മിസ്സിങ് തന്നെയാണ് കേട്ടോ. ഞാൻ കഴിക്കാറുണ്ട്. എനിക്ക് നമ്മളങ്ങനെ ഹൈജീനൊക്കെ നമ്മൾ നോക്കും, സംഭവം ശരി തന്നെ. പക്ഷേ എന്നാലും ഇങ്ങനെ ഉപ്പിലിട്ടതൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ ഓവറായിട്ട് ഹെൽത്ത് കോൺഷ്യസ് ഒന്നും ആവാൻ തോന്നില്ല. എൻ്റെ കാര്യം പറഞ്ഞതാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾ ആ സ്ഥലത്ത് നല്ല വാങ്ങിയത്, അതായത് അവിടെ ഒരു ഇക്ക അങ്ങനെ കൊടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് മൂപ്പരെടുത്തു നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഇത് ഐസറുതി. ഇത് എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയായിരിക്കും ഐസറുതി എന്ന് പറയുന്നത്. ഇത് സ്വീറ്റായിട്ടും കിട്ടും, അല്ലാണ്ട് സ്പൈസി ഉള്ളതും ഉണ്ട്. ഞങ്ങൾ സ്വീറ്റാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്.
സ്വീറ്റും സ്പൈസിയും രസമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു സ്വീറ്റാണ് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഓരോരുത്തരുടെ ചിലപ്പം ഉണ്ടാക്കുന്ന രീതിയിലുള്ള വ്യത്യാസം എന്താണെന്നറിയില്ല. കണ്ടില്ല, ഇങ്ങനെ ഒരുപാട് ഉപ്പിലിട്ട ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളതിന് ശേഷം അതൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ 1-2 ഐറ്റംസൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ ഐസറുതി, അത് കഴിക്കുമ്പോൾ ഒരു കുഞ്ഞു വീഡിയോ എടുത്തേ ഉള്ളൂ. കണ്ടില്ലേ, ഇങ്ങനെ വലിയൊരു ഐസ് വെച്ചിട്ടാണ് കേട്ടോ അവർ ചെയ്യുന്നത്. ഈ ഒരു ഐസുറുതി അതിനൊരു വേറെ ഒരു ടേസ്റ്റാണ്. പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല, നമുക്ക് തന്നെ വേണമെങ്കിൽ വീട്ടിലൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷേ എന്നാലും വേറൊരാൾ ചെയ്തു തരുമ്പോൾ അത് കഴിക്കാനൊരു സുഖം, അത്രയേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ കാലിക്കറ്റ് ബീച്ച്, നമ്മുടെ സ്വന്തം കോഴിക്കോട് ബീച്ച്, അവിടെ ഇങ്ങനെ നടക്കുമ്പോൾ കാറ്റൊക്കെ കൊണ്ട് ഒരു ഐസുറുതിയൊക്കെ കഴിച്ച് നടക്കുമ്പോഴുള്ളൊരു ഫീൽ അത് വേറെ ഒന്ന് തന്നെ അല്ലേ. അപ്പോൾ ഞാൻ അവരുടെ മുകളിൽ 1-2 വീഡിയോസൊക്കെ എടുത്തു കൊടുത്തു കേട്ടോ. അവിടെ നിന്ന് കിടക്കട്ടെ അല്ലേ. അതുപോലെ ഏട്ടനെൻ്റെതും 1-2 ഫോട്ടോസും കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞിട്ടില്ലേ, അപ്പം നമ്മൾ പ്രതീക്ഷിച്ചല്ലെങ്കിൽ അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തിട്ട് പോയിട്ടുള്ളൊരു ട്രിപ്പൊന്നല്ല കേട്ടോ. ട്രിപ്പല്ല, ഒരു ഔട്ടിംഗ് ഒന്നല്ല കേട്ടോ. അങ്ങനെ വലിയ ട്രിപ്പ് എന്നൊന്നും പറയാനില്ല. എന്ത് ട്രിപ്പ്, ഇടയ്ക്കിടയ്ക്ക് പോകുന്ന സ്ഥലം തന്നെയാണ്. പക്ഷെ എന്നാലും നമ്മൾ നമ്മുടെ പാർട്ട്ണറിൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങളിതാ നേരെ പോയിട്ടുള്ളത് നൈസ് ബേക്കറി. നൈസ് ബേക്കറിയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോകുന്നത്. ഇതും അത്യാവശ്യം നല്ല ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഈ ചോക്ലേറ്റ് ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഞാൻ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അവിടേക്ക് അരുണേട്ടനെ കൊണ്ട് പോയിട്ടുള്ളത്. ഇതുപോലെ ഒരുപാട് ഔട്ട്ലെറ്റ്സ്, 1-2 അല്ല, ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പോൾ കാലിക്കറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ നൈസ് ബേക്കറി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു പോപ്പുലറായിട്ടുള്ള സ്ഥലം തന്നെയായിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇതൊക്കെ അവരുടെ ഹോം മെയ്ഡ് ഐസ്ക്രീംസ് ആണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് ഇതിനകത്ത് മിസ്സായത് ഈ ഒരു സംഭവമാണ് കേട്ടോ. ഈ ഫെറോറോൻ്റെ ഈ ഒരു ചോക്ലേറ്റ് കേക്ക് ഞാൻ കഴിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഓർഡർ ചെയ്തത് വേറെ 1-2 ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ അത് ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് വലിയൊരു മിസ്സിങ് ഫീൽ ചെയ്യുകയാണ്. കാരണം എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ചോക്ലേറ്റാണ് ഫെറേറോ. ഞാനത് വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ വേറെ എന്തൊക്കെയാണ് കേട്ടോ അവിടെ പോയിട്ട് ഓർഡർ ചെയ്തത്. സത്യം പറഞ്ഞാൽ ചിലപ്പം ഇങ്ങനെ എല്ലാം കൂടെ ചോക്ലേറ്റ് ഐറ്റംസ് കണ്ടപ്പോഴുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആവാം. പക്ഷേ പാവൻ്റെ മോൾ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അരുണേട്ടനോട് ആദ്യം നമുക്ക് പാഴ്സൽ ചെയ്യാം, വീട്ടിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ അരുണേട്ടൻ എന്നോട് തന്നെ വേണ്ട, ഇനി കഴിച്ചോ, ഞാൻ മോളെ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞു. അരുണേട്ടന് ചോക്ലേറ്റ് ഐറ്റംസ് വലിയൊരു താല്പര്യമുള്ള ആളൊന്നുമല്ല. പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ട് വേണമെങ്കിൽ കൊടുക്കുക എന്നല്ലാതെ അരുണേട്ടന് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതിൽ തിരാമിഷു എന്ന് പറയുന്ന ആ ഒരു ബോക്സിലൊരു ഐറ്റം കണ്ടില്ലേ, ആ ഒരു ടൈപ്പ് സാധനം ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. തിരാമിഷു ഞാൻ ഒരുപാട് കഴിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ ഞാനത് കണ്ടപ്പോൾ അത് വാങ്ങി. അതാണ് എനിക്ക് പ്രശ്നം പറ്റിയത്. ഞാൻ ഫെറേറോൻ്റെ ഒരു കേക്കായിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷേ തിരാമിഷു കണ്ടപ്പോൾ ഞാൻ അത് വാങ്ങി കേട്ടോ. പിന്നെ ഇതൊരു ക്രഞ്ചി ബോൾസ് ആയിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര തിക്കായിരുന്നു. ഞാൻ വിചാരിച്ച പോലെ എനിക്ക് മോളെ കയ്യിലെടുത്തിട്ട് ഞാൻ അരുണേട്ടനോട് ഞാൻ തന്നെയാണ് പറഞ്ഞത് എൻ്റെ വീഡിയോ ഒന്ന് എടുത്തു തരാൻ വേണ്ടിയിട്ട്. പക്ഷെ ആകെ ഞാൻ കുടുങ്ങി കണ്ടോ. ആ ബൗൾ അതേപടി എൻ്റെ കൂടെ പോരുമായിരുന്നു കേട്ടോ. പക്ഷെ അരുണേട്ടനത് വിദഗ്ധമായിട്ട് അത് വേറെ സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ട് വീഡിയോ എടുത്തു. അതുകൊണ്ടൊരു സമാധാനം. അപ്പോൾ ഇത്ര ഐറ്റംസ് ആയിരുന്നു കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാനതൊക്കെ അവിടെ നിന്ന് കഴിക്കുമ്പോൾ കണ്ടില്ലേ, അരുണേട്ടൻ പിന്നെ മോളെ എടുത്തിട്ട് അങ്ങ് മാറി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നോട് തന്നെ നീ ഫ്രീ ആയിട്ട് ഇരുന്ന് കഴിച്ചോ, ഞാൻ മോളെ എടുത്തോളാം എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് കഴിച്ചു. പിന്നെ ഒന്നാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവളെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് മൂപ്പരെന്താ മാറി നിൽക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, മോള് എന്തായാലും നിൽക്കില്ല. അപ്പോൾ പിന്നെ അവളെ ഒന്ന് ഫ്രീ ആക്കുക. കാരണം അവൾക്ക് എന്ത് ചോക്ലേറ്റ്, പക്ഷേ അതിൻ്റെ ഫീലിങ്സ് എനിക്കല്ലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് വീഡിയോസൊക്കെ എൻ്റെ ഫോണിൽ കണ്ടിട്ട് സുഖമായിട്ടിരുന്ന് കഴിച്ചു കേട്ടോ. കണ്ടില്ലേ, ഞങ്ങളുടെ ജാഗു നിൽക്കുന്നത്, നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ പുറത്ത്. അപ്പം ഞാൻ പുറത്ത് പാവാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ അത് അതിൻ്റെ ഉള്ളിലെ ആംബിയൻസൊക്കെ ഒന്ന് കാണിച്ചു തരാനും കൂടെ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ എൻ്റെ മോൾക്ക് കണ്ടില്ലേ, ഇങ്ങനെ സൺഗ്ലാസ് വെച്ചിട്ടുണ്ടെങ്കിൽ, സൺഗ്ലാസ് എന്നില്ല, ഏത് ഗ്ലാസ് ആണെങ്കിലും എൻ്റെ മോൾക്ക് വലിയ ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവൾക്ക് ഇങ്ങനത്തെ ഐറ്റംസ് മതി കേട്ടോ. ഞാൻ കുടിച്ച ആ ഒരു ബോട്ടിലിൻ്റെ ആ ഒരു ഇത് അവളെ കൈ കൊടുത്തപ്പോഴത്തേക്ക് പിന്നെ അതും കൊണ്ടുള്ള കളി വരുന്നു കേട്ടോ. അതുകൊണ്ട് എന്താ പറയുക, കുറച്ച് സമയം അവളവിടെ നിന്നു സമാധാനത്തോടുകൂടി, അത്രേ പറയാനുള്ളൂ. ഇതായിരുന്നു കേട്ടോ. ഉള്ളിൽ വലിയ തിരക്കൊന്നുമില്ല. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആൾക്കാരൊക്കെ കുറവാണില്ലേ, പക്ഷേ അവിടെ അത്യാവശ്യം തിരക്കുണ്ടാവാറുണ്ട് കേട്ടോ. ഞാനങ്ങനെ കുറച്ചുകൂടി വീഡിയോസൊക്കെ കണ്ടിട്ടാണ് അവിടെ കയറിയിട്ടുള്ളത്. എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. നല്ല സ്ഥലം തന്നെയാണ് കേട്ടോ, നല്ല ഫുഡുമാണ്.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ കുറച്ച് രാത്രി ആയിട്ടുണ്ട് കേട്ടോ വീട്ടിലേക്ക് പോകുമ്പോൾ അരുണേട്ടനോട് പറഞ്ഞു ഞാൻ സ്ഥിരം സ്നാക്സ് വാങ്ങുന്നൊരു സ്ഥലമുണ്ട് കേട്ടോ, അധികം പുറത്തൊക്കെ പോയി വരുമ്പം. അപ്പോൾ അവിടുന്ന് 1-2 സ്നാക്സ് വാങ്ങാൻ വേണ്ടിയിട്ട് അരുണേട്ടനെ വിട്ടതാണ്. ആ സമയത്ത് ഞാനും മോളും ഒറ്റയ്ക്ക് ഇരിക്കല്ലേ വണ്ടീനകത്ത്, പിന്നെ ഇവളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അവൾക്ക് പുറത്തേക്ക് ഇറങ്ങണം എന്നുണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല. പിന്നെ നേരെ ലെൻസ് കാർട്ട് പോയി എനിക്കൊരു സൺഗ്ലാസ് വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ നോക്കിയിട്ടു ഞാൻ അവിടെ പോയിട്ട്. ഞാൻ ഉദ്ദേശിച്ചത് വാങ്ങാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ബ്ലൂ ഷെയ്ഡിൽ വരുന്നതായിരുന്നു കേട്ടോ. എനിക്ക് ബ്ലൂ ഷെയ്ഡിനോടൊരു താല്പര്യത, ഏകദേശം ഈ ഒരു ടൈപ്പ്, പക്ഷേ ഞാൻ വിചാരിച്ച മോഡൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിൽ ഒരു ഐറ്റം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, അതേതാണ് നിങ്ങളൊന്ന് പറയണേ. പിന്നെ അരുണേട്ടനും ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലായ്പ്പോഴും എല്ലായിടത്തും പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് അവൾ കമ്പനി ആയിക്കോളും, അപ്പോൾ ആരെങ്കിലുമൊക്കെ അവളെ കളിപ്പിക്കാൻ വന്നോളും. അപ്പോൾ ആ കുട്ടി അങ്ങനെ വന്നതാണ് കേട്ടോ അവിടെയുള്ള. പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് കണ്ടില്ല, എൻ്റെ മോൾ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സമയത്ത് ഞാനിവിടെ വണ്ടി നിർത്തി നിൽക്കുന്നത് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അരുണേട്ടൻ ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഫുഡ് വാങ്ങിയിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ അരുണേട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണേ. അപ്പോൾ കണ്ടില്ലേ അവളുടെ കുഞ്ഞ് ആ ഒരു പൂച്ചക്കുട്ടി ഞങ്ങളുടെ വണ്ടിയിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇത് ചപ്പാത്തി കമ്പനി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഒരുവിധം എല്ലാ സ്ഥലത്തും ഉണ്ട് ഈ ഒരു ചപ്പാത്തി കമ്പനി എന്ന് പറയുന്നത്. ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ളതാണ് കേട്ടോ. അങ്ങനെ ഫാസ്റ്റ് ഫുഡൊന്നല്ല വാങ്ങിയിട്ടുള്ളത്, അവിടെ നോർമൽ ചപ്പാത്തിയും ചിക്കൻ കറിയുമാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഇത്രയൊക്കെ ഉള്ളായിരുന്നു. പിന്നെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയതിന് ശേഷം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ. ഇത് കുറച്ച് ഫോട്ടോസാണ് കേട്ടോ ഞങ്ങൾ എടുത്തിട്ടുള്ളത്, വേറെ വീഡിയോസൊന്നും ഞാൻ വീട്ടിലെത്തിയതിന് ശേഷം എടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ സ്വന്തം കോഴിക്കോട് ബീച്ചിൽ കൂടെയുള്ള ഈ ഒരു കുഞ്ഞു ബ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യണേ, മറന്നു പോവല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ എന്തായാലും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.